ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അന്ന് ട്രിപ്പ് പോയതിൻ്റെ ബാക്കി വീഡിയോസാണ്. നേരെ ഞങ്ങൾ പോയത് അടുത്ത അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ടായിരുന്നു കൊടൈക്കനാലത്ത്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിംസ് ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ സൈക്ലിംഗ് മാത്രമേ കയറാൻ വെച്ചു. അപ്പോൾ അതിൽ കയറി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സൈക്കിളിൽ. ഞങ്ങൾ സൈക്കിളിൽ കയറാൻ പോവാണ്. അപ്പോൾ ഡബിൾ സീറ്റുള്ള സൈക്കിളാണ് കേട്ടോ. അവിടെ യുവാനോട് ഇരിക്കുക. അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി തന്നു. അപ്പോൾ നൈസായിരുന്നു കേട്ടോ. ഞങ്ങൾ സൈക്കിൾ യാത്ര പോകണം പറഞ്ഞ സൈക്കിൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഒരാള് പഠിപ്പിച്ചു കൊടുക്കണ ഗൈസ്. അല്ല സാ നോക്കിയതേക്ക് നമ്മൾ രാവിലെ തന്നെ ആയിരുന്നു. നല്ല തണുപ്പും നല്ല മഞ്ഞും നല്ലൊരു വ്യൂസ് തന്നെയായിരുന്നു. നല്ലൊരു അടിപൊളി വ്യൂസ് ആയിരുന്നു. അതേപോലെ നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാവരും കൂടെ ഒക്കെ ആയതുകൊണ്ട് ആ റൈഡിൽ നിന്ന് നല്ല രസകരമായി പോയി. ഗൈസ് നോക്കൂ, നീല ആകാശം നല്ല രസമുണ്ടല്ലേ. ആ കായലൊക്കെ നമ്മൾ നൈസ് വ്യൂ ഉണ്ടോ. പിന്നെ എല്ലാവരും പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസും അതാണല്ലോ പിന്നെ മെയിനേ. എല്ലായിടത്തും പോയുള്ള അവസ്ഥ ഉണ്ടോ. നമ്മുടെ കണ്ണോട് കാണുന്ന നോട്ടും വീഡിയോയിൽ പകർത്തുമ്പോഴും കിട്ടും. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ റൈഡൊക്കെ ചെയ്ത് എനിക്ക് പണ്ടേ സൈക്കിൾ ഓട്ടം അറിവുണ്ട്. അത്ര നല്ല സ്പീഡിലൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ബാക്കിൽ നിന്ന് തള്ളി കൊടുക്കുന്നതുകൊണ്ടാണ് പൂച്ചിപ്പാക്ക് അത്രയും ഫാസ്റ്റായിട്ട് പോകാൻ കഴിയുന്നത്. അങ്ങനെ ഓരോ തള്ളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കണ്ട 2 ടീംസാണ് ഞങ്ങൾ കൂടെ ട്രിപ്പ് പോകുന്നില്ല. പൂച്ചിപ്പാ ഫ്രണ്ട്സും അവരുടെ വൈഫും നല്ല വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ റൈഡ് അവസാനിച്ചു. കഴിയാനായി ഓരോ കാത്തൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ നേരെ സൂയിസൈഡ് പോയിന്റ് കയറി. സൂയിസൈഡ് പോയിന്റ് പിന്നെ അടിപൊളി വ്യൂസാണ് കണ്ടായിരിക്കും അറിയാം. പക്ഷേ മഞ്ഞായിട്ടാണ് അറിയാം. നമ്മൾ കാണുന്ന അത്ര രസമല്ലേ വീഡിയോസ് എടുക്കുമ്പോൾ. കാണുമ്പോൾ നല്ല രസമുണ്ട്. വീഡിയോസിൽ മൊത്തം മഞ്ഞ് മൂടി കണ്ട് അല്ലാണ്ട് ഇതറിയില്ല. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. നമ്മൾ ശരി കണ്ണുകൊണ്ട് കാണുമ്പോൾ നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു കേട്ടോ. നല്ല അമേസിങ് ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഒരു സൂയിസൈഡ് പോയിന്റ് എന്ന് പറയാൻ കാരണം ആർക്കെങ്കിലും അറിയോ? കമൻറ്റ് ചെയ്യും. മേ ബി ആരെങ്കിലും പോയി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ലായിരുന്നു. അറിയിരിക്കാം. കുരങ്ങന്മാരെ അഭ്യാസങ്ങളൊക്കെ കണ്ട് വരും. ഇവ മെയിനായിട്ട് വ്യൂസ് എന്നല്ല നോക്കണേ. കുരങ്ങന്മാരെ കളി നോക്കി കുത്തിർക്കുക. ഈ ഉള്ള നേരം മങ്കിര നോക്കിയിരുന്നോ? എന്തോ തിന്നണല്ലേ. സൂയിസൈഡ് പോയിന്റൊക്കെ കയറിനോടത്തുള്ള വഴിയിലുള്ളതാണ് ഈ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. പോകുമ്പോൾ ഒന്നും വാങ്ങാനൊന്നുമില്ല. തിരിച്ച് പോയപ്പോഴാണ് മെയിനായിട്ട് കടകളും ഇതൊക്കെ നോക്കാമെന്നില്ല. ഞങ്ങൾ കുറേ കളിച്ചമാനെ നോക്കി നടന്ന് കുറേ ഞങ്ങൾക്കൊരു കടയിൽ നിന്ന് വാങ്ങി. അവിടെ നല്ല അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള എല്ലാ ടോയ്സും കാണാനും. അങ്ങനെ അവിടുന്ന് 2 കളിച്ചമാനൊക്കെ വാങ്ങി. നേരെ ഞങ്ങൾ പോയത് ഗുണാക്കോക്കെ. പക്ഷെ ആ പോണ വഴിയിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആനൻ്റെ പ്രതിമൊക്കെ ഉള്ള 3 ആനയിട്ട്. അത് സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അപ്പോൾ തന്നെ പോകുന്നത്. പിന്നെ നേരെ ഗുണാക്കേവ് പോയി. ഞങ്ങൾ അവസാനം ഗുണാക്കേവിലെത്തി. മെയിനായിട്ട് ഗുണാക്കേവ് എന്ന് പറയുമ്പോൾ തന്നെ മഞ്ഞുമ്മൽ ബോയ്സിൽ കാണുന്ന ഗുണാക്കേവ്ക്ക് കയറാനുള്ളൊരു ഇതാണ്. ഇപ്പോൾ അവിടേക്ക് കയറാൻ എൻട്രി ഫീസ് ഉണ്ട്. പിന്നെ ഫോണ് ക്യാമറ ആയിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഫീ വേറെയും കൊടുക്കണം. അതേപോലെ തന്നെ ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എൻട്രി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 50ഓളം മീറ്ററൊക്കെ നടക്കണം ശരിക്കും ഗുണാക്കേവിൽ എത്താൻ. കുറേ ആൾക്കാരുണ്ട്. പിന്നെ വല്ലാണ്ട് മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ നല്ലോണം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. പക്ഷെ മഞ്ഞുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ആ മഞ്ഞിങ്ങനെ മേലോട്ട് പോകേണ്ടൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞേക്കാം. വേരുമ്പോൾ കൂടെ ഒക്കെ കയറി അവസാനം ഞങ്ങൾ കുഴങ്ങി ഇവിടെ വരുമായിരുന്നു. പിന്നെ ഇവിടെ ഇരുന്നാണ്ട് മഞ്ഞമ്മൽ ബോയ്സത്തെ സംഭവവും ഇവിടുത്തെ മെയിനുള്ള കഥകളും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ നടക്കാൻ തുടങ്ങി. മഞ്ഞുമൽ ബോയ്സിലുള്ള ഓരോ സീനിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ. മെയിനായിട്ട് അതൊക്കെ കാണാനാണല്ലോ നമ്മൾ ആ ഫിലിം കണ്ടതിൻ്റെ ശേഷം എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. മഞ്ഞുമൽ ബോയ്സിൽ പോലെ ഇറങ്ങി പോണ ഭാഗം ഒക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മെല്ലെ ഇറങ്ങാനായി.
കോമഡി കിട്ടാൻ തൂക്കിപ്പോയിരുന്നത് ഞാൻ മറ്റേതാക്കാം ബാഹുബലി. അതിനെ ഞാൻ വാങ്ങിക്കോട്ടെ അങ്ങനെ വാങ്ങിക്കോട്ടെ വന്നത് അങ്ങനെ കൊടുത്തി വാങ്ങിക്കോട്ടെ വാങ്ങിക്കോട്ടാ. മതിയാന്ന് ചോദിച്ചു നോക്കാം. മതിയാന്ന് പിന്നെ അങ്ങനെ ഗുണാക്കിയെന്ന് ഞങ്ങളെ പോകുന്നേ. പിന്നെ ഫോറസ്റ്റ് കട്ട് കയറിയത് പേര് കറക്റ്റ് അറിയില്ല. അവിടേക്ക് കയറുന്ന മുന്നേ ഈ ഷോപ്പിൽ നിന്ന് അവനക്ക് കൂടുതൽ സാധനമൊക്കെ വാങ്ങി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കയറി. പാട്ട് നന്ദി ഊണാക്കിട്ട് കയറി ഇങ്ങോട്ട് പോത്ത് കണ്ടേ. എന്നിട്ട് പോത്തിൽ കയറിക്കൊണ്ട് ഇരുന്ന് എന്നിട്ട് ഉഫി കേട്ടോ. ഊണാക്കി കയറി ഞങ്ങൾ വന്ന് എന്നിട്ട് കാറിൽ കയറി എന്നിട്ട് പോയി എന്നിട്ട് വന്ന് എന്നിട്ട് പോയി എന്നിട്ട് വന്ന് എന്നിട്ട് പോയി. അങ്ങനെ അവിടുന്ന് എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ കുതിര ഉണ്ട്. അപ്പോൾ ഇവാൻക്ക് കുതിരമ്പ് കയറാനൊരു പൂതി. അങ്ങനെ അവൻ്റെ ആഗ്രഹമല്ലേ അവന് സാധിച്ചു കൊടുക്കാൻ വിചാരിച്ച്. കുതിരയിൽ കയറണം. അവന്റെ പൂജ തീർത്തെടുക്കട്ടെ. ഞാന് കുട്ടികൾ ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നല്ല വാപ്പിയെ. സാധിച്ചു കൊടുക്ക്. കുതിരയിൽ പൂച്ചിപ്പി അല്ലൂച്ചാൽ കയറുണ്ട്. ഒന്നും ഇല്ലാണ്ട് കുതിരയിലെ ഒന്നും നാ വണ്ടിത്തിടേടി വണ്ടിത്തിട. അങ്ങനെ പൂച്ചിപ്പിയും ഇവാനും കൂടി കുതിരമ്പ് കയറിപ്പോയി എന്നെ കൂട്ടാതെ. അങ്ങനെ പോലെ കുതിരമ്പ് കയറി. എനിക്ക് പേടിണ്ടേനാ കുതിരമ്പ് കയറിയപ്പോൾ പേടിക്കാനില്ല. ഫസ്റ്റ് ഒരു പേടിയുള്ളൂ. എന്താ ഫസ്റ്റ് പേടിയുള്ളൂ. കയറിയപ്പോൾ ഉള്ള ഒരു പേടി മാത്രം. പിന്നെ നല്ല കൂളായിട്ടിരുന്ന് നമ്മൾ അങ്ങോട്ട് വണ്ടി കൂടെ ആരെ കുതിരമ്മ കയറിയത്? ഞാനും പാപ്പിയും. ഇതെന്താ എന്നെ കൂട്ടിയില്ലല്ലോ. കുറച്ച് നേരങ്ങൾ കൊടൈക്കനാലിൽ പൂമ്പാറ വില്ലേജിലാണ് പോയത്. ആ വ്യൂ ആണ് അവിടുത്തെ വില്ലേജിൻ്റെ വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു ചെറിയ വില്ലേജാണ്. അതിൻ്റെ മേലിലുള്ള വ്യൂ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. അവിടെ കാണാൻ നല്ല രസമുണ്ട്. മനോഹരമായൊരു വില്ലേജിൻ്റെയാണ് അത്. നല്ല രസമുള്ള കാഴ്ചയിൽ അവൻ്റെ ഓരോ അഭ്യാസങ്ങളും നല്ല കാറ്റും നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് അവിടെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് നേരെ റൂമിലേക്കാണ്. പോണ വഴിയിലാണ് ഞങ്ങൾ ഈ പോത്തിനെയും കാലിനൊക്കെ കണ്ടത്. അങ്ങനെ പിന്നെ പോണ വഴിയിൽ കൂക്കൽ ലേക്ക് എന്ന വ്യൂ ഒരു തടാകം ഉണ്ടായിരുന്നു. അവിടെ പോയി അവിടെ ഒന്ന് ഇറങ്ങി. അവിടെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ. നല്ല രസമുണ്ട്. അതിൻ്റെ 3 ഭാഗത്തുമൊക്കെ നല്ല നല്ല കാട് അടിപൊളി സ്ഥലമായിരുന്നു. നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷം. വല്ലാണ്ട് സൗണ്ടൊന്നും ഒന്നും ഇല്ലാത്ത പ്രകൃതി എന്നുള്ള സൗണ്ട് മാത്രം. നല്ല അടിപൊളി എന്തായാലും അവിടെ നിന്നാണ് ഞങ്ങൾ നേരെ റൂമിൽ പോകാൻ. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് പോയത്. അവിടെ സൂര്യൻ അസ്തമിക്കുന്ന വ്യൂ കാണാൻ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ പോണ വഴിയിലാണ് ഞങ്ങൾ കാട്ടുപോത്തിനൊക്കെ കണ്ടത്. കാട്ടുപോത്തിനൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് പോയി. പിന്നെ റൂമിൽ പോയി വിശ്രമിച്ചിട്ട് പിന്നെ നാളെ അങ്ങനെ ഇനി വേറെ സ്ഥലത്തേക്കൊക്കെ പോകാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ ലാസ്റ്റ് റൂമിൽ പോയി. റൂമിൽ എത്തിയപ്പോൾ തന്നെ ബാപ്പിയും മോനും കൂടി ടി വി കാണാൻ തുടങ്ങി. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് പോയി ഉറങ്ങി. നാളെ പോകാമല്ലോ. അങ്ങനെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും. അടുത്ത വ്ളോഗുമായി നാളെ കാണാം. ബൈ.